So hello guys, എല്ലാവർക്കും ടെക് ടാങ്കിളിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് നമുക്ക് എങ്ങനെയാണ് റിയൽ എസ്റ്റേറ്റ് വീഡിയോസ് എടുത്തുകൊണ്ട് ക്യാഷ് ഏൺ ചെയ്യാമെന്നാണ്. അല്ലെങ്കിൽ നമുക്ക് എങ്ങനെയാണ് നല്ല ക്വാളിറ്റി റിയൽ എസ്റ്റേറ്റ് വീഡിയോസ് ഒരു ക്ലയൻറ്റിന് വേണ്ടി ചെയ്തു കൊടുക്കാമെന്നാണ് നമ്മൾ ഇന്നത്തെ ഒരു വീഡിയോയിൽ നോക്കാൻ പോകുന്നത്. നിങ്ങളോട് പുതിയതാണെങ്കിൽ എൻ്റെ പേര് ഓസ്റ്റിൻ. ഈ ഒരു ചാനലിൽ നമ്മൾ ഫോട്ടോഗ്രാഫി അതുപോലെ തന്നെ ഫിലിം മേക്കിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള ഒരുപാട് കണ്ടന്റ് ചെയ്യുന്നുണ്ട്. നിങ്ങൾ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ അപ്പുറത്തുള്ള ബെൽ ബട്ടൺ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ പുതുതായിട്ട് അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് വരുന്നതായിരിക്കും. നമുക്കപ്പോൾ ഇൻട്രോ റോൾ ചെയ്യാം, വീഡിയോയിലോട്ട് കിടക്കാം. അപ്പോൾ നമ്മൾ ആദ്യത്തെ ഒരു ക്വസ്റ്റ്യൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ് റിയൽ എസ്റ്റേറ്റ് വീഡിയോസ് എന്നാണ്. അതായത് നമ്മുടെ ചുറ്റുപാടും ഒരുപാട് വില്ലാസ് എടുക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഈ അപ്പാർട്ട്മെൻറ്റ്സ് എടുക്കുന്നുണ്ട്, ഹൗസ് ഫോർ റെൻറ്റ് എടുക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനത്തെ ഈ പ്രോപ്പർട്ടീസിനൊക്കെ വേണ്ടിയിട്ട് നമ്മൾ ഒരു ക്വാളിറ്റി വീഡിയോ ചെയ്തു കൊടുക്കാം. ആ വീഡിയോ അവർക്ക് അഡ്വർടൈസ്മെൻറ്റ് പർപ്പസിനോ അല്ലെങ്കിൽ പ്രൊമോഷൻ പർപ്പസിനോ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് കൂടുതൽ എൻക്വയറീസ് കിട്ടും. അപ്പോൾ ഇതാണ് സംഭവം. ഞാനൊരു ഫ്ലാറ്റ് പണിത് കഴിഞ്ഞാൽ അത് ആൾക്കാരിലോട്ട് എത്തിക്കണമെങ്കിൽ എന്തെങ്കിലും രീതിയിൽ പ്രൊമോഷൻ ചെയ്യണം. അപ്പോൾ നമ്മളിങ്ങനെ നല്ല ക്വാളിറ്റി റിയൽ എസ്റ്റേറ്റ് വീഡിയോസ് എടുത്തുകൊണ്ടിട്ട് ആ ക്ലയൻറ്റിനെ ഹെൽപ്പ് ചെയ്യുക. ഇതാണ് നമ്മുടെ പരിപാടി. ഇനി അടുത്ത് നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് രണ്ട് ടൈപ്പ് വില്ലാസോ അല്ലെങ്കിൽ അപ്പാർട്ട്മെൻറ്റ്സോ നമ്മുടെ ചുറ്റുപാടും വരുന്നുണ്ട്. ഈ അസറ്റ് ഹോംസ് പോലത്തെ ലക്ഷൂറിയസ് അല്ലെങ്കിൽ ഓൾറെഡി ബ്രാൻഡഡ് ആയിട്ടുള്ള ഒരുപാട് പ്രോപ്പർട്ടീസ് വരുന്നുണ്ട്. അതല്ലെങ്കിൽ ഈ ചെറിയ കമേഴ്ഷ്യൽ ബിൽഡിങ്സ് വരുന്നുണ്ട്, അല്ലെങ്കിൽ ഒരു സിംഗിൾ ഓണറിൻ്റെ തന്നെ ചെറിയ വില്ലാസോ അല്ലെങ്കിൽ ബഡ്ജറ്റ് അപ്പാർട്ട്മെൻറ്റ്സോ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഇപ്പോൾ ഒരു അസറ്റ് ഹോംസിൻ്റെ ഒക്കെ ഒരു റെൻറ്റ് നമുക്ക് പറയുമ്പോൾ ഏകദേശം ഒരു 15,000 20,000 ഒക്കെ മുകളിലാണ് നമുക്ക് മന്ത്ലി റെൻറ്റ് വരുന്നത്. അങ്ങനത്തെ അപ്പാർട്ട്മെൻറ്റുള്ള പ്രോപ്പർട്ടീസ് വല്ലാതെ ഈ മന്ത്ലി 8,000 റെൻറ്റ് 10,000 റെൻ്റൊക്കെ വരുന്ന ഫ്ലാറ്റുകളും കാര്യങ്ങളൊക്കെ നമ്മുടെ ചുറ്റുപാടുണ്ട്. അങ്ങനത്തെ ക്ലയൻസിനെ നമ്മൾ ഫോക്കസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒന്നുകൂടി വർക്ക് കിട്ടാനും അവർക്കും ഒരു പ്രൊമോഷൻ പർപ്പസിന് ഉപകാരപ്പെടുന്ന വീഡിയോസ് ആയിരിക്കും അത്. അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഏറ്റവും കൂടുതൽ എക്സ്പോഷർ കിട്ടുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലക്ഷൂറീസ് ആയിട്ടുള്ള വില്ലാസോ കാര്യങ്ങളോ ചെയ്യുമ്പോഴായിരിക്കും. അതായത് നമ്മളപ്പോൾ ആദ്യം ഫോക്കസ് ചെയ്യുന്നത് താഴ്ന്ന ഒരു കാറ്റഗറിയിലുള്ള ക്ലയൻസിനെ ആയിരിക്കും, അല്ലെങ്കിൽ ഓണേഴ്സിനെ ആയിരിക്കും. അപ്പോൾ ഈ അടുത്ത് ഞാൻ സെൻറ്റ് ജോസഫ് അപ്പാർട്ട്മെൻറ്റ്സ് എന്ന് പറഞ്ഞിട്ട് തൃശ്ശൂർ നമുക്ക് ഒരു അമല ഹോസ്പിറ്റലിനടുത്തായിട്ട് ഒരു അപ്പാർട്ട്മെൻറ്റ് വരുന്നുണ്ട്. അവർക്കാണ് നമ്മൾ ഒരു വീഡിയോ ചെയ്തു കൊടുത്തത്. അപ്പോൾ എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ ഒരു പെർ മന്ത് 1 BHK റെൻറ്റ് വരുന്നത് 8,000 ആണ്. അതായത് നമുക്ക് ചെറിയൊരു അപ്പാർട്ട്മെൻ്റ് ആണ്, അല്ലെങ്കിൽ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഫാമിലീസിനെയാണ് അവർ നോക്കുന്നത്. കാരണം ഒരു 25,000 ഒക്കെ അഫോർഡ് ചെയ്യാൻ പറ്റാത്ത ചെറിയ തരത്തിലുള്ള ആൾക്കാരാണ് നമ്മൾ ആ ഒരു ഫ്ലാറ്റിൽ അവർ ഫോക്കസ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനത്തെ ഒരു ഫ്ലാറ്റിനോ അപ്പാർട്ട്മെൻറ്റിനോ അല്ലെങ്കിൽ ഒരു പ്രോപ്പർട്ടിക്കോ നമ്മൾ വീഡിയോ എടുത്ത് കൊടുക്കുമ്പോൾ നമ്മൾ അങ്ങനെയും ഹൈ ക്വാളിറ്റി ഗിയറോ കാര്യങ്ങളോ ഒന്നും യൂസ് ചെയ്യേണ്ട. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യാനായിട്ട് കാരണം നമുക്ക് ഏത് തരത്തിലുള്ള ക്രിയേറ്ററിന് വേണമെങ്കിലും അങ്ങനത്തെ ഒരു വീഡിയോ ചെയ്ത് കൊടുത്തുകൊണ്ട് കുറച്ച് കാശ് ഏൺ ചെയ്യാനായിട്ട് പറ്റും. അതായത് നിങ്ങൾക്ക് നിങ്ങളുടെ നല്ല ക്വാളിറ്റി മൊബൈലോ അല്ലെങ്കിൽ ഗോപ്രോയോ അല്ലെങ്കിൽ നിങ്ങളുടെ ബേസിക് DSLR ക്യാമറ വെച്ചുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ആ ഒരു വീഡിയോ എടുത്തു കൊടുക്കാനായിട്ട് സാധിക്കും. പിന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അധികം വർക്ക് വരാത്തതുകൊണ്ട് തന്നെ നമുക്ക് വളരെ ഹ്യൂജ് ആയിട്ടുള്ളൊരു എമൗണ്ട് പറയേണ്ട ആവശ്യം വരുന്നില്ല. നമുക്ക് ഏകദേശം ചെറിയൊരു എമൗണ്ട് പറഞ്ഞാൽ കൂടി നമുക്ക് ആ ക്ലയൻറ്റിനെ കൺവിൻസ് ചെയ്യിപ്പിക്കാനും പറ്റും, നമുക്ക് ആ ക്യാഷ് സിമ്പിളായിട്ട് ഏൺ ചെയ്യാനായിട്ട് പറ്റും. സ്റ്റെപ്പ് 1 എന്ന് പറയുന്നത് നമ്മൾ ആ ഒരു ഫ്ലാറ്റിലോട്ട് നമ്മൾ പോയിട്ട് എങ്ങനെയാണ് അവിടുത്തെ ലൊക്കേഷനും കാര്യങ്ങളും അല്ലെങ്കിൽ എന്തൊക്കെ ടൈപ്പ് ഫീച്ചേഴ്സ് ആയിരിക്കണം നമ്മളൊരു ഫ്ലാറ്റിന് അല്ലെങ്കിൽ ഒരു വീഡിയോ എടുക്കുമ്പോൾ നമ്മൾ കൺസിഡർ ചെയ്യേണ്ടത്. നമുക്ക് ആദ്യം തന്നെ നമ്മുടെ ഓണർ എടുത്ത് സംസാരിക്കാം. അതായത് നിങ്ങളുടെ മനസ്സിൽ ഇന്ന കാര്യങ്ങൾ എടുത്ത് കാണിക്കണമെന്നുണ്ടോ എന്ന് ചോദിക്കും. നമ്മളതൊന്ന് ലിസ്റ്റ് ചെയ്ത് വെക്കുക. അതുപോലെ തന്നെ ലൊക്കേഷൻ എവിടെയാണ് വരുന്നത്, നമ്മൾ ഔട്ട്ഡോർ ഷോട്ട്സ് ഒക്കെ എടുക്കുമ്പോൾ നമ്മൾ ഏത് ടൈം ഓഫ് ദി ഡേ ആണ് നമ്മൾ അങ്ങോട്ട് പോകേണ്ടത്, ഏത് സമയത്തേക്ക് നമുക്ക് ഏറ്റവും നല്ല ബെസ്റ്റ് ഷോട്ട്സ് കിട്ടാൻ നമ്മൾ ഒന്ന് എഴുതി വയ്ക്കുക അല്ലെങ്കിൽ നോട്ട് ചെയ്ത് വയ്ക്കുക. രണ്ടാമത് നമ്മൾ ആ ഒരു അപ്പാർട്ട്മെൻറ്റിനകത്തോട്ട് കയറിയിട്ട് അവിടെ എന്താ നമ്മൾ ശ്രദ്ധിക്കുക. അതായത് നമുക്ക് എത്ര വലിയൊരു ഹോളാണ്, അതുപോലെ തന്നെ എങ്ങനത്തെ ബെഡ്റൂംസ് ആണ് നമുക്ക് വരുന്നത്, നമ്മുടെ കിച്ചൺ എങ്ങനെയാണ്, അതുപോലെ തന്നെ നമുക്ക് വിൻഡോസ് എത്ര എണ്ണം വരുന്നുണ്ട്, അതായത് നമുക്ക് ലൈറ്റിങ് നമ്മളൊരു അഡീഷണൽ ലൈറ്റ് എടുക്കണമെന്നോ എല്ലാം നമ്മൾ പ്ലാൻ ചെയ്തിട്ട് വേണം നമ്മൾ പോകാനായിട്ട്. നമുക്ക് ഒരുപാട് വിൻഡോസ് അല്ലെങ്കിൽ ഒരുപാട് നാച്ചുറൽ ലൈറ്റ് ആ ഒരു അപ്പാർട്ട്മെൻറ്റ് അകത്തോട്ട് വരാനുള്ള വഴിയുണ്ടെങ്കിൽ നമുക്ക് കാലത്ത് നേരത്ത് പോയി കഴിഞ്ഞാൽ നമുക്ക് അഡീഷണൽ ലൈറ്റോ കാര്യങ്ങളോ ഇല്ലാതെ തന്നെ നമുക്ക് നല്ല ക്വാളിറ്റി വീഡിയോസ് എടുക്കാനായിട്ട് പറ്റും. അപ്പോൾ അതാണ് നമ്മുടെ ആദ്യത്തെ സ്റ്റെപ്പ്, പ്രീ പ്ലാനിങ്. രണ്ടാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മുടെ ഗിയർ പ്ലാനിങ് ആണ്. ഗിയർ എന്ന് പറഞ്ഞാൽ നമുക്ക് സ്മാർട്ട് ഫോണുള്ള ആൾക്ക് വരെ ഈ ഒരു വീഡിയോ ചെയ്ത് കൊടുക്കാം. അത് നിങ്ങളുടെ നല്ലൊരു 4K ഷൂട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു സ്മാർട്ട് ഫോൺ ഉണ്ടെങ്കിൽ ആ ഒരു ക്ലയൻറ്റ് അതിൽ എടുത്തിരിക്കുന്ന വീഡിയോസ് കണ്ടാലും ഹാപ്പി ആയിരിക്കും. കാരണം നമുക്ക് ഒരുപാട് വെറൈറ്റി ട്രാൻസിഷൻസോ എഫക്റ്റോ ക്രിയേറ്റിവിറ്റി ഒന്നും വേണ്ട. ബേസിക് ആയിട്ട് ആ ഫ്ലാറ്റിൻ്റെ ഒരു ഔട്ട്ഡോർ ഷോട്ട്, പിന്നെ ആ ഫ്ലാറ്റിനകത്ത് എന്തെന്ത് ഫീച്ചേഴ്സാണ് നമുക്ക് ഉള്ളതെന്ന് കാണിച്ചു കൊടുക്കാം. അത്രയും ബേസിക് ആയിട്ടുള്ള ഷോട്ട്സ് മാത്രമാണ് നമുക്ക് ആവശ്യം. അപ്പോൾ നിങ്ങളുടെ 4K ഷൂട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു സ്മാർട്ട് ഫോൺ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് യൂസ് ചെയ്യാം, ഗോപ്രോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് യൂസ് ചെയ്യാം, നിങ്ങൾ ബേസിക് ആയിട്ടുള്ള DSLR ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് യൂസ് ചെയ്യാം. അപ്പോൾ നിങ്ങൾ കൺസിഡർ ചെയ്യേണ്ട അടുത്ത കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ
നമുക്ക് എപ്പോഴും ഒരു റിയൽ എസ്റ്റേറ്റ് വീഡിയോ എടുക്കുമ്പോൾ നമുക്ക് വേണ്ടതൊരു വൈഡ് ആംഗിൾ ലെൻസാണ്. നിങ്ങളൊരു സൂം ലെൻസ് വെച്ചുകൊണ്ട് നിങ്ങൾക്ക് നല്ല ക്വാളിറ്റി ഒരു റിയൽ എസ്റ്റേറ്റ് വീഡിയോ അല്ലെങ്കിൽ ഒരു പ്രോപ്പർട്ടിയുടെ വീഡിയോ നിങ്ങൾക്ക് എടുത്തു കൊടുക്കാനായിട്ട് പറ്റില്ല. അപ്പോൾ നിങ്ങൾ ഒരു വൈഡ് ആംഗിൾ ലെൻസ് നിങ്ങൾ കൺസിഡർ ചെയ്യുക. അതാകുമ്പോൾ നമുക്ക് ഒറ്റ ഷോട്ടിൽ തന്നെ ഫുള്ളി നമുക്ക് എല്ലാം എക്സ്പ്ലോർ ചെയ്ത് അല്ലെങ്കിൽ എസ്റ്റാബ്ലിഷ് ചെയ്യാനായിട്ട് നമുക്ക് പറ്റും. അപ്പോൾ വൈഡ് ആംഗിൾ ലെൻസ് നമ്മൾ മസ്റ്റാണ്. നിങ്ങളുടെ സ്മാർട്ട് ഫോണിലുണ്ടെങ്കിൽ നിങ്ങൾക്കത് യൂസ് ചെയ്യാം. അല്ലെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഗോപ്രോ ഞാൻ പറയാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നാമത്തെ ഫാക്ടർ എന്ന് പറയുന്നത് അതിൻ്റെ വൈഡ് ആംഗിൾ വ്യൂ തന്നെയാണ്. ഇനി നമ്മൾ നോക്കേണ്ട അടുത്ത കാര്യം എന്ന് വെച്ചാൽ നമ്മൾ ഇങ്ങനത്തെ ഒരു റിയൽ എസ്റ്റേറ്റ് വീഡിയോ എടുത്ത് കൊടുക്കുമ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ കൺസിഡർ ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ സ്റ്റെബിലിറ്റിയാണ്. നമ്മൾ വീഡിയോ എടുക്കുമ്പോൾ നമുക്ക് അത്രയും സ്മൂത്ത് ആയിട്ടുള്ള വീഡിയോസ് വേണം നമ്മൾ യൂസ് ചെയ്യാനായിട്ട്. നമുക്ക് ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു വീഡിയോസ് അല്ലെങ്കിൽ അത്രയും ഫാസ്റ്റ് മൂവ്മെൻറ്റ് വീഡിയോസൊന്നും നമ്മൾ ഒരു റിയൽ എസ്റ്റേറ്റ് വീഡിയോയിൽ നമ്മൾ യൂസ് ചെയ്യാനായിട്ട് പാടില്ല. നമുക്ക് വളരെ സ്ലോ പേസ്ഡ് ആയിട്ടുള്ള സ്മൂത്ത് ആനിമേഷൻസ് ഒക്കെ കൊടുത്തിട്ടുള്ള വളരെ നല്ല എക്സ്പ്ലോറിങ് അല്ലെങ്കിൽ എസ്റ്റാബ്ലിഷിംഗ് ഷോട്ട്സ് ആണ് നമുക്ക് വേണ്ടത്. അപ്പോൾ അങ്ങനെ നമുക്ക് സ്റ്റേബിൾ ആയിട്ടുള്ള വീഡിയോസ് കിട്ടാനായിട്ട് നിങ്ങൾ സ്മാർട്ട് ഫോൺ യൂസ് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സമയത്ത് ഇറങ്ങുന്ന എല്ലാ സ്മാർട്ട് ഫോണിലും നമുക്ക് EIS അല്ലെങ്കിൽ OIS വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ അത് പ്രത്യേകം ഓൺ ചെയ്തിട്ട് വേണം നിങ്ങൾ വീഡിയോ എടുക്കാനായിട്ട്. പിന്നെ ഗോപ്രോ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അതിൽ ഹൈപ്പർ സ്മൂത്ത് സ്റ്റെബിലൈസേഷൻ വരുന്നുണ്ട്. അപ്പോൾ ഗോപ്രോ യൂസബിൾ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ നമുക്ക് വൈഡ് ആംഗിളും അതുപോലെ തന്നെ സ്റ്റെബിലിറ്റി നമുക്ക് കിട്ടും. ഇനി നിങ്ങളൊരു ക്യാമറയാണ് യൂസ് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വൈഡ് ആംഗിൾ ലെൻസോ അല്ലെങ്കിൽ നിങ്ങളുടെ കിറ്റ് ലെൻസ് വെച്ചിട്ടായാലും നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ എടുക്കാനായിട്ട് പറ്റും. പിന്നെ ക്യാമറയിൽ നമ്മൾ സ്റ്റെബിലിറ്റി എന്ന് പറയുമ്പോൾ കുറച്ച് ഇഷ്യൂ ആണ്. കാരണം നിങ്ങളുടെ എക്സ്പെൻസീവ് ആയിട്ടുള്ളൊരു ക്യാമറയിൽ നമുക്ക് അതിനകത്ത് ഇൻബിൽഡ് ആയിട്ട് സ്റ്റെബിലൈസേഷൻ ഒന്നും വരുന്നില്ല. അപ്പോൾ നിങ്ങൾ കിറ്റ് ലെൻസ് യൂസ് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുവിധം എല്ലാ കിറ്റ് ലെൻസിലും നമുക്ക് ഇമേജ് സ്റ്റെബിലൈസേഷൻ വരുന്നുണ്ട്. ഇനി അതല്ല നിങ്ങൾക്ക് ഹാൻഡ് ഹെൽഡ് ആയിട്ട് എങ്ങനെയാണ് സ്മൂത്ത് ആയിട്ട് നല്ല സ്റ്റേബിൾ വീഡിയോസ് എടുക്കാമെന്ന് അറിയില്ലെങ്കിൽ നിങ്ങൾ എന്തായാലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കണ്ട. കാരണം നമ്മുടെ അടുത്ത വീഡിയോ എന്ന് പറയുന്നത് നമുക്ക് എങ്ങനെയാണ് ഹാൻഡ് ഹെൽഡ് ആയിട്ട് നല്ല അടിപൊളി വീഡിയോസ് എടുക്കാമെന്നാണ്. അപ്പോൾ നമ്മളത് കഴിഞ്ഞു. നമ്മൾ ഇനി വീഡിയോസ് എടുക്കാനായിട്ട് പോകുമ്പോൾ നമ്മൾ പ്ലാൻ ചെയ്ത ആ ദിവസം നമ്മൾ നേരത്തെ എത്താം. നമ്മൾ പ്ലാൻ ചെയ്ത ഷോട്ടുകളൊക്കെ നമ്മളൊരു ബുക്കിലോ അല്ലെങ്കിൽ ഒരു ഷോർട്ട് ലിസ്റ്റാക്കി നമ്മൾ എഴുതി വെച്ചിട്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാണ്. നമ്മൾ ആദ്യം തന്നെ നമ്മൾ ഔട്ട്ഡോർ ഷോട്ട് എടുക്കുക. അത് കഴിഞ്ഞിട്ട് നമ്മൾ റൂമിനകത്തോട്ട് പോയി എടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് നമ്മുടെ റൂമിനകത്ത് ഇമൻസ് ആയിട്ടുള്ള ലൈറ്റ് ഉണ്ടെങ്കിൽ നമുക്ക് വേറെ അഡീഷണൽ ലൈറ്റിൻ്റെ ഒന്നും ആവശ്യം വരുന്നില്ല. അതല്ലെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും നല്ലൊരു ലൈറ്റിംഗ് ഓപ്ഷൻ എന്ന് പറയുന്നത് നമ്മുടെ കല്യാണത്തിനൊക്കെ കാണില്ല ഒരു മഞ്ഞ കളർ ടങ്സ്റ്റൺ ലൈറ്റ് വരില്ലേ, നല്ല ചൂടുള്ള ലൈറ്റ്. ആ ലൈറ്റ് ഒരെണ്ണം എടുത്താൽ മതിയായിരിക്കും. അതിന് നമുക്ക് റെൻറ്റിന് എടുക്കാൻ വെച്ചാൽ നമുക്ക് അധികം റേറ്റ് ഒന്നും വരുന്നില്ല. ഒരു 250 താഴെയായിട്ട് നമുക്ക് ആ ഒരു ലൈറ്റും അതിൻ്റെ സ്റ്റാൻഡും കിട്ടും. നമ്മൾ ആ ഒരു ലൈറ്റ് എടുത്തിട്ട് നേരെ സീലിങ്ങിലോട്ട് അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് അധികം ടെൻഷനൊന്നും ഇല്ലാണ്ട് നല്ല രീതിയിൽ ലൈറ്റ് ആയിട്ടുള്ള ഒരു റൂം കിട്ടും. അപ്പോൾ നമുക്ക് ലൈറ്റിങ്ങിൻ്റെ ടെൻഷൻ നമുക്ക് അവിടെ കഴിഞ്ഞു. അപ്പോൾ നമുക്ക് ധൈര്യമായിട്ട് നമ്മുടെ വീഡിയോസ് നമ്മൾ പ്ലാൻ ചെയ്ത രീതിയിൽ നമ്മൾ എടുത്തു കൊടുക്കാം. ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ക്യാമറ സെറ്റിംഗ്സ് ആണ്. ക്യാമറ സെറ്റിംഗ്സിനെ പറ്റി പറയുമ്പോൾ നിങ്ങൾക്കൊരു 60 frames per second തന്നെ എടുക്കാം. അതാകുമ്പോൾ നമുക്ക് ചില ഭാഗങ്ങൾ നമുക്ക് ഇനിയിപ്പോൾ സ്ലോ ഡൗൺ ചെയ്യണമെങ്കിൽ നമുക്ക് അത് ചെയ്യാനായിട്ടും പറ്റും. ഇനി നമ്മൾ ഷട്ടർ സ്പീഡും കാര്യങ്ങളൊക്കെ നമ്മൾ കറക്റ്റായിട്ട് വെക്കാം. നിങ്ങൾ എത്ര ഫ്രെയിം റേറ്റിലാണ് നിങ്ങൾ ഷൂട്ട് ചെയ്യുന്നതിൻ്റെ അതിന് ഡബിൾ ആയിരിക്കണം നിങ്ങളുടെ ഷട്ടർ സ്പീഡ്. അപ്പോൾ നമ്മൾ 60 frames ഷൂട്ട് ചെയ്യുമ്പോൾ നമ്മുടെ ഷട്ടർ സ്പീഡ് 120 ആയിരിക്കണം. അതിനനുസരിച്ച് നമുക്ക് നമ്മുടെ അപ്പർച്ചറും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യാം. അപ്പർച്ചർ നമ്മൾ ഭയങ്കര ഒരു ഹൈ അപ്പർച്ചറിൽ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് എല്ലാ സാധനങ്ങളും ഫോക്കസ് ആവില്ല. അപ്പോൾ നമ്മൾ കിറ്റ് ലെൻസ് ആകുമ്പോൾ വലിയ കുഴപ്പമില്ല. ഒരു 3.5 to 5 റേഞ്ചിൽ നമ്മൾ അപ്പർച്ചർ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതും നമുക്ക് കറക്റ്റായി. പിന്നെ IS നമുക്ക് അധികം അഡ്ജസ്റ്റ് ചെയ്യേണ്ടി വരില്ല. കാരണം നമ്മൾ നാച്ചുറൽ ലൈറ്റിലാണ് നമ്മൾ ഷൂട്ട് ചെയ്യുന്നത്. ഇനി അതല്ല നമ്മൾ ടങ്സ്റ്റൺ ലൈറ്റ് ആണെങ്കിൽ നിങ്ങൾ യൂസ് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് വൈറ്റ് ബാലൻസ് ആണ്. നിങ്ങൾക്ക് ആ ഒരു ടങ്സ്റ്റൺ ലൈറ്റ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് മൊത്തത്തിലൊരു ഓറഞ്ച് ഷെയ്ഡായിരിക്കും നമ്മുടെ വീഡിയോയിൽ വരിക. അപ്പോൾ അത് അവോയ്ഡ് ചെയ്യാനായിട്ട് നിങ്ങളുടെ വൈറ്റ് ബാലൻസ് കറക്റ്റ് ചെയ്യാനായിട്ട് മറക്കരുത്. അപ്പോൾ നിങ്ങൾക്ക് എന്താണ് വൈറ്റ് ബാലൻസ് എന്നോ അല്ലെങ്കിൽ എങ്ങനെയാണ് വൈറ്റ് ബാലൻസ് കറക്റ്റായിട്ട് സെറ്റ് ചെയ്യാൻ ഇതുവരെ അറിയില്ലെങ്കിൽ നമ്മുടെ ചാനലിൽ ഓൾറെഡി ഒരു ഡീറ്റെയിൽഡ് വീഡിയോ ഇതിനെപ്പറ്റി ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്കും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ടായിരിക്കും. നിങ്ങൾക്ക് ആ ഒരു വീഡിയോ എടുത്ത് കാണാവുന്നതാണ്. അപ്പോൾ നമ്മുടെ ബേസിക്കായിട്ട് നമ്മുടെ വീഡിയോ പ്രൊഡക്ഷൻ്റെ പരിപാടി കഴിഞ്ഞാൽ അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് എഡിറ്റിംഗ് ആണ്. എഡിറ്റിങ്ങിൽ നമുക്ക് നേരത്തെ പറഞ്ഞ പോലെ ഫാൻസി ആയിട്ട് ഒന്നും നമ്മൾ ഇൻക്ലൂഡ് ചെയ്യേണ്ട ആവശ്യമില്ല. ജസ്റ്റ് നമ്മുടെ ഫ്ലാറ്റിൻ്റെ അല്ലെങ്കിൽ ഒരു പ്രോപ്പർട്ടിയുടെ ലോഗോ, അത് കഴിഞ്ഞ് നമ്മുടെ ആദ്യത്തെ എസ്റ്റാബ്ലിഷിംഗ് ഷോട്ട്, അതായത് ഔട്ട്ഡോർ ഷോട്ട് കൊടുക്കുക. അത് കഴിഞ്ഞ് നമുക്ക് നമ്മുടെ ഫ്ലാറ്റിൻ്റെ ഇൻറ്റീരിയർ ഷോട്ടുകളൊക്കെ നമുക്ക് ചേർത്ത് വയ്ക്കാം. നമുക്ക് അധികം ട്രാൻസിഷൻ ഒന്നും വേണ്ട. നമ്മുടെ നോർമൽ കട്ട്സ് ആയാലും നമുക്കതിന് മതിയായിരിക്കും. പിന്നെ വരുന്ന 2 ഓപ്ഷൻസ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഒന്നോളം നമുക്ക് അതിൽ ടെക്സ്റ്റും ഡീറ്റെയിൽസും നമുക്ക് ആഡ് ചെയ്യാം. അതായത് കോൺടാക്റ്റ് ഓപ്ഷൻസ്, ഫ്ലാറ്റിൻ്റെ റേറ്റ്, റെൻറ്റ് കാര്യങ്ങൾ നമുക്കതൊക്കെ ഇൻക്ലൂഡ് ചെയ്യണമെങ്കിൽ നമുക്ക് ഇൻക്ലൂഡ് ചെയ്യാം. അതല്ലെങ്കിൽ ടെക്സ്റ്റോ കാര്യങ്ങളൊന്നും ഇല്ലാതെ ഒരു പ്ലെയിൻ വീഡിയോ ആയാലും നമുക്ക് മതിയായിരിക്കും. ലാസ്റ്റ് ആൻഡ് ഫൈനൽ തിങ് എന്ന് പറയുന്നതാണ് നമ്മുടെ പ്രൈസിങ്. നമ്മൾ ക്ലയൻറ്റിൻ്റെ അടുത്ത് പറയുമ്പോൾ അവരതിന് കൺവീൻസ് ആയാൽ മാത്രമാണ് നമുക്ക് വർക്ക് കിട്ടുള്ളൂ. അപ്പോൾ നമ്മൾ എടുക്കാൻ പോകുന്ന വീഡിയോ ഒരു ലക്ഷൂറിയസ് ഫ്ലാറ്റിന് അല്ലെങ്കിൽ അപ്പാർട്ട്മെൻറ്റിനൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു 30 second വീഡിയോസിന് നമുക്കൊരു 5,000 to 10,000 ഒക്കെ നമുക്ക് റേറ്റ് പറഞ്ഞു. നിങ്ങളിപ്പോൾ ഡ്രോൺ ഷോട്ട്സ് ഒക്കെ നിങ്ങൾക്ക് ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിനനുസരിച്ച് റേറ്റും കാര്യങ്ങളും കൂട്ടാം. പക്ഷേ നമ്മൾ ഇത്ര നേരം പറഞ്ഞുകൊണ്ടിരുന്ന പോലെ നമ്മളൊരു ബേസിക് ആയിട്ടുള്ള ഒരു ആർക്കും ആണെങ്കിലും എടുക്കാൻ പറ്റുന്ന ഒരു ടൈപ്പ് വീഡിയോ, അത് നമ്മളൊരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടൊരു അപ്പാർട്ട്മെൻറ്റാണ് നമ്മൾ എടുത്ത് കൊടുക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു 1,000
to 3,500 വരെ നമുക്ക് റേറ്റ് പറയാം. കാരണം ആ ഒരു റേറ്റിൽ പറഞ്ഞാലാണ് അവരും കൺവിൻസ്ഡ് ആവുള്ളൂ, അവർ നമുക്ക് വർക്ക് തരുള്ളൂ. അപ്പോൾ നിങ്ങളൊരു സ്മാർട്ട് ഫോണിലാണ് ഈ ഒരു വീഡിയോ എടുക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ റേറ്റ് നിങ്ങൾക്കൊരു 1000 പറയാം. അതുപോലെ തന്നെ എഡിറ്റിങ്ങും അതുപോലെ തന്നെ നിങ്ങൾ എക്സ്ട്രാ ലൈറ്റുകൾ നിങ്ങൾ റെൻറ്റിന് എടുക്കാമെന്ന് വെച്ച് കഴിഞ്ഞാൽ അതെല്ലാം ആയതുകൊണ്ട് നിങ്ങൾക്ക് ഒരു 1500 to 2000 റേഞ്ചിൽ നിങ്ങൾക്ക് പറയാം. നിങ്ങളൊരു ക്യാമറയിലാണ് നിങ്ങൾ ഷൂട്ട് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊന്നുകൂടി പ്രൊഡക്ഷൻ ക്വാളിറ്റി കൂടുകയാണ്. അപ്പോൾ അതിനനുസരിച്ച് നമുക്കൊരു 2000 to 3,500 വരെ നമുക്ക് റേറ്റ് പറയാം. അപ്പോൾ നിങ്ങളുടെ ചുറ്റുപാടും ഇതുപോലത്തെ അപ്പാർട്ട്മെൻറ്റ്സോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് അവരുടെ ഓണേഴ്സിനെ കോൺടാക്ട് ചെയ്തുകൊണ്ട് തന്നെ ഈ ഒരു സംഭവം നിങ്ങൾക്ക് ഓഫർ ചെയ്യാം. അപ്പോൾ ഇത്രയും കാര്യമാണ് എനിക്ക് ഈ ഒരു വീഡിയോയിൽ പറയാനായിട്ടുണ്ടായിരുന്നത്. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഞാനിങ്ങനെ യൂട്യൂബിൽ നോക്കിയപ്പോൾ ഇങ്ങനത്തെ ഒരു കോൺസെപ്റ്റിൽ ഞാനൊരു മലയാളത്തിലൊരു വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നില്ല, അതുകൊണ്ടാണ് തീർച്ചയായിട്ടും ഒരു വീഡിയോ ചെയ്തത്. അപ്പോൾ ഇത്രയും കാര്യമാണ് ഈ വീഡിയോയിൽ ഉണ്ടായിരുന്നത്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾ അവസാനം വരെ കണ്ടിട്ടുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നു ഈ വീഡിയോ നിങ്ങൾക്ക് എന്തായാലും ഉപകാരപ്പെട്ടിട്ടുണ്ടാവും എന്ന് തോന്നുന്നു. ഇനി നമുക്ക് ജസ്റ്റ് ഞാൻ എടുത്ത ആ ഒരു ബേസിക് ആയിട്ടുള്ള അഡ്വർടൈസ്മെൻറ്റ് നിങ്ങൾ കണ്ടു, അല്ലെങ്കിൽ ആ ഒരു പ്രൊമോഷൻ വീഡിയോ ജസ്റ്റ് ഇടാം. അപ്പോൾ അതോടുകൂടി നമ്മുടെ വീഡിയോ തീരാണ്. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് ആ ഒരു വീഡിയോ നിങ്ങൾ കാണുക, അതിൽ നിന്ന് നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കാനുണ്ടായിരിക്കും. നിങ്ങളത് കണ്ട് നിങ്ങൾക്ക് അതുപോലത്തെ സിമിലർ ആയിട്ടുള്ള വീഡിയോസ് എടുക്കാം. അപ്പോൾ ശരി, നമുക്കിനി അടുത്തൊരു വീഡിയോയിൽ ഇനി കാണാം. അതുവരെ ബൈ, പീസ്.